നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ അപകടം ഒഴിവായി. ജിദ്ദ കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് അടിയന്തരമായി ലാൻഡ് ചെയ്തു. ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ 2 ടയറുകളും പൊട്ടിത്തെറിച്ചു. 160 യാത്രക്കാരും സുരക്ഷിതരാണ്. യാത്രക്കാരെ റോഡ് മാർഗം കോഴിക്കോട് എത്തിക്കും എന്നതാണ് വിവരം. എന്നാൽ പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, ഒഴിവായത് വലിയ ദുരന്തമാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? യാത്രക്കാർ സുരക്ഷിതരാണെന്നതാണ് ആശ്വാസം. പക്ഷേ അവരുടെ തുടർ യാത്ര എങ്ങനെയാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വിനീത, പുലർച്ചെ 1:15 ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനമാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കേണ്ടി വന്നത്. മലബാർ മേഖലയിലെ വിവിധയിടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന 160ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. അതേസമയം അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു. വിമാന കമ്പനി അധികൃതരുമായി വാക്കുതർക്കമുണ്ടായി. ഏറ്റവും ഒടുവിലാണ് 5ഓളം ബസ്സിൽ റോഡ് മാർഗം ഇവരെ കോഴിക്കോട്ടേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചില ബസ്സുകളൊക്കെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഈ വിമാനത്തിന്റെ തകരാറുമായി ബന്ധപ്പെട്ട് നിലവിൽ കമ്പനി അധികൃതർ നൽകുന്ന വിശദീകരണം വിമാനത്തിന്റെ ചക്രത്തിന് സംഭവിച്ചൊരു തകരാറാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. പുലർച്ചെ 1:15 ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട് ഇന്നു രാവിലെ 8:45 കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനമായിരുന്നു. പക്ഷേ അടിയന്തര ലാൻഡിംഗ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടത്തിയത്. യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് അവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മറ്റൊരു വിമാനം കരിപ്പൂരിലേക്ക് സജ്ജമാക്കി തരുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് റോഡ് മാർഗം ബസ്സിൽ പോകാമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, കൃത്യമായ സമയത്ത് ഭക്ഷണമോ വെള്ളമോ പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരാനും വിമാന കമ്പനി അധികൃതർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ടിക്കറ്റ് നിരക്ക് എടുത്തുകൊണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് യാത്രക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. വിനീത, ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.